സാക്കിർ നായിക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ ഇസ്ലാമിക് റൈറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ഒരു സംഘടനയുണ്ടാക്കി. അതിന്റെ കെയർ ഓഫിൽ മതപ്രചരണത്തിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് ചപ്പടാച്ചികൾ കാണിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പണ്ഡിതനല്ല, അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് ആധികാരികമായി പഠിച്ച വ്യക്തിയല്ല. അദ്ദേഹം പ്രചരിപ്പിച്ചതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചുപോയ കുറെ ആളുകൾ അയാളുടെ വലയത്തിൽ വീണുപോയി. ഇപ്പോൾ ഗവൺമെന്റ് ആ സാക്കിർ നായിക്കിനെതിരെ UAPA ചുമത്തിയിരിക്കുകയാണ്. അയാളെ ജയിലിലേക്കാണ് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഇന്ന് അയാളുടെ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് നമ്മൾ ഈ സാക്കിർ നായിക്കിനെ പറ്റി പറഞ്ഞതെന്നറിയോ? അള്ളാഹുവിന്റെ ഔലിയാഇന്റെ മഖാമിന്റെ തൊട്ടടുത്താണ് നമ്മുടെ വാദ നടത്തുന്നത്. സാക്കിർ നായിക്കിനോട് ഒരിക്കൽ ചോദിച്ചു, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഖബറ സിയാറത്ത് ചെയ്യുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? നായിക്കിന്റെ അഭിപ്രായം ശുദ്ധ ഹറാമാണത്, കടുത്ത തെറ്റാണത്, ദീനിൽ തെളിവില്ലാത്തതാണത്. ആണോ? കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ ഫഇന്നഹാ തദ്കിറത്തുൽ മൗത്ത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി, ഒരു കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളോട് ഞാൻ വിലക്കിയിരുന്നു. എന്നാൽ ഇപ്പൊ ഞാൻ പറയുന്നു, ഫസൂറുഹാ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. എന്താണ് കാരണമെന്നല്ലേ? ഫഇന്നഹാ, ആ ഖബർ സിയാറത്ത് ചെയ്യൽ തദ്കിറത്തുൽ മൗത്ത്, അത് മരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ. സാധാരണക്കാരുടെ ഖബർ സിയാറത്തിനെ പറ്റിയാണ് ഈ പറയുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് തെളിവില്ലേ സുഹൃത്തുക്കളെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുടങ്ങാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു. അതേ ആയിഷ ബീവി തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ സിദ്ദീഖുൽ അക്ബറിന്റെ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുകയും ആയിഷ ബീവിയുടെ സമ്മതത്തോടുകൂടെ സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറിന്റെ പിന്നിലായി ഉമർ ഇബ്നുൽ ഖത്താബിനെ ഖബറടക്കം ചെയ്തപ്പോൾ ആയിഷ ബീവി പറയാണ്, പണ്ട് ഞാൻ സിയാറത്തിന് പോകുമ്പോ ചിലപ്പോഴൊക്കെ തലമുടി പുറത്ത് കാണാറുണ്ട്, കൈ കുറച്ച് കേറാറുണ്ട്. കാരണം എന്താണെന്നറിയോ? അവിടെ കിടക്കുന്നത് ഒന്നെന്റെ ഭർത്താവാണ്, രണ്ടെന്റെ ബാപ്പയാണ്. ഇപ്പോൾ അന്യവനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഖബറവിടെ വന്നതുകൊണ്ട് തലമുടിയുടെ ശകലം പോലും പുറത്ത് കാണാതെ, ശരീരത്തിന്റെ ശകലം പോലും പുറത്തേക്ക് കാണാതെ, ശരീരം മുഴുവൻ മറച്ചിട്ട് മാത്രമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മരണം വരെ സിയാറത്ത് ചെയ്തത്. ഇതിൽ നിന്ന് തെളിവാണ്, അന്യ സ്ത്രീകളായിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാം. കാരണം ഉമർ ഇബ്നുൽ ഖത്താബും ആയിഷ ബീവിയും തമ്മിൽ എന്താണ് ബന്ധം? ഉമർ ഇബ്നുൽ ഖത്താബും ആയിഷ ബീവിയും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. അപ്പൊ അല്ലാഹു ദറജ കൊടുത്ത മഹാന്മാരുടെ മഖബറകള് സ്ത്രീകൾക്കും സിയാറത്താവാം. ഇസ്ലാമിക വേഷവിധാനത്തോടുകൂടെ, ഇസ്ലാം പറഞ്ഞ സംവിധാനത്തോടുകൂടെ. ആ കാര്യം മദ്രസയിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ അറിയുന്ന കാര്യമാണ്. അതാണ് ഇയാളോട് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞത് അത് ഹറാമാണ്. അതുപോലെ ഇയാളോട് ചോദിച്ചു, തവസ്സുൽ ഇസ്തിഖാസ എന്ന് പറഞ്ഞാൽ, പടച്ചവനെ മൊയ്തീൻ ശൈഖിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഈ വലിയന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മഴ താ അല്ലാഹ്. അതാണ് തവസ്സുൽ. ഇസ്തിഖാസ, ബദരീങ്ങളെ ഞങ്ങളെ കാക്കണേ, മൊയ്തീൻ ശൈഖ് ഞങ്ങളെ കാക്കണേ, മമ്പുറത്തെ തങ്ങളെ ഞങ്ങളെ കാക്കണേ എന്ന് നേരിട്ട് പറയുന്നത് അതാണ് ഇസ്തിഖാസ. ഇത് രണ്ടും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഞാൻ അത് പഠിപ്പിക്കാൻ വന്നതല്ല, ഏതൊന്ന് തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇത് രണ്ടും എന്താണെന്ന് ചോദിച്ചപ്പോൾ സാക്കിർ നായിക്ക് പറഞ്ഞത് അത് രണ്ടും ശിർക്കാണ്, തെറ്റാണ്.
പാടില്ല. മൗലിദ് ഓതാൻ പാടില്ല, ദിക്ർ ചൊല്ലാൻ പാടില്ല, ഹദാദി ചൊല്ലാൻ പാടില്ല, സിയാറത്ത് ചെയ്യാൻ പാടില്ല. ഈ വഹാബി വിശ്വാസമാണ് സാക്കിർ നായിക്കിനെ നയിച്ചതെങ്കിൽ ലോകത്ത് മുസ്ലിങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും മുസ്ലിം സമുദായത്തെ മുഴുവൻ ഇന്ന് കാണുന്ന അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടുകയും ചെയ്തത് രണ്ട് കക്ഷികളാണ്. ഒന്ന് വഹാബികളും മറ്റൊന്ന് മൗദൂദികളുമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ട് സുന്നികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ഒറ്റ ശക്തിയായി നിലകൊള്ളണം.